everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 71st lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing about sales variances, and in this lecture, we are going to continue with the same topic, that is sales variances. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ പറഞ്ഞിരുന്നു സെയിൽസ് വേരിയൻസസ് രണ്ട് ഡിഫറെൻറ്റ് വേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് പ്രോഫിറ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് സെയിൽസ് വേരിയൻസസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് വാല്യൂ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് സെയിൽസ് വേരിയൻസസ്. ഇതിൽ പ്രോഫിറ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് സെയിൽസ് വേരിയൻസസ് അനുസരിച്ച് സെയിൽസ് വേരിയൻസസ് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തു. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വാല്യൂ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് സെയിൽസ് വേരിയൻസസ്. Sales variances calculated according to value method show the effect on sales value and enable the sales manager to know the effect of various sales efforts on his overall sales value figures. Value method അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സെയിൽസ് വേരിയൻസസ് സെയിൽസ് വാല്യൂയിലുള്ള ഇഫക്റ്റിനെയാണ് കാണിക്കുന്നത്. ആൻഡ് വാല്യൂ മെത്തേഡ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സെയിൽസ് വേരിയൻസസിലൂടെ സെയിൽസ് മാനേജർക്ക് വേരിയസ് സെയിൽസ് എഫേർട്സിൻ്റെ ഓവറോൾ സെയിൽസ് വാല്യൂ ഫിഗേഴ്സിലുള്ള ഇഫക്റ്റ് അറിയാനും കഴിയുന്നു. സെയിൽസ് വേരിയൻസസ് അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് മേ ബി ആസ് ഫോളോസ്. വാല്യൂ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് സെയിൽസ് വേരിയൻസസ് അനുസരിച്ച് ഏതൊക്കെ സെയിൽസ് വേരിയൻസസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് സെയിൽസ് വാല്യൂ വേരിയൻസ്, SVV. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് വാല്യൂ ആൻഡ് ദ ആക്ച്വൽ വാല്യൂ ഓഫ് സെയിൽസ് ഇഫക്റ്റഡ് ഡ്യൂറിങ് എ പീരീഡ്. അതായത് ഒരു പീരീഡിൽ ഇഫക്റ്റഡ് ആയ, അതായത് നടന്ന സെയിൽസിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂവും ആക്ച്വൽ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സെയിൽസ് വാല്യൂ വേരിയൻസ്. സെയിൽസ് വാല്യൂ വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യുന്നതിനുള്ള ഫോർമുല നോക്കാം. സെയിൽസ് വാല്യൂ വേരിയൻസ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ ഓഫ് സെയിൽസ് മൈനസ് ബഡ്ജറ്റഡ് വാല്യൂ ഓഫ് സെയിൽസ്. സെയിൽസ് വാല്യൂ വേരിയൻസ് അറൈസസ് ഡ്യൂ ടു വൺ ഓർ മോർ ഓഫ് ദ ഫോളോയിങ് റീസൺസ്. അതായത് സെയിൽസ് വാല്യൂ വേരിയൻസ് അറൈസ് ചെയ്യുന്നതിനുള്ള റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് മേ ബി ഹയർ ഓർ ലോവർ ദാൻ ദ സ്റ്റാൻഡേർഡ് പ്രൈസ്. ദിസ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ സെയിൽസ് പ്രൈസ് വേരിയൻസ്. അതായത് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് സ്റ്റാൻഡേർഡ് പ്രൈസിനേക്കാളും ഹയറോ ലോവറോ ആയിരിക്കാം. ആൻഡ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് സെയിൽസ് പ്രൈസ് വേരിയൻസിലാണ്. Second one is actual quantity of goods sold may be more or less than the budgeted quantity of sales. This is expressed in sales volume variance. അതായത് സെയിൽ നടക്കുന്ന ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസിനേക്കാളും കൂടുതലോ കുറവോ ആയിരിക്കാം. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സെയിൽസ് വോളിയം വേരിയൻസ്. Third one is actual mix of various varieties sold may differ from the standard mix. This is expressed in sales mix variance. അതായത് ഗുഡ്സിൻ്റെ വേരിയസ് വെറൈറ്റീസ് ആണ് വിൽക്കുന്നത്. ആൻഡ് ഈ വേരിയസ് വെറൈറ്റീസിൻ്റെ മിക്സിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും, ഒരു സ്റ്റാൻഡേർഡ് മിക്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ സ്റ്റാൻഡേർഡ് മിക്സ് എന്ന് പറയുന്നത് ആക്ച്വൽ മിക്സിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സെയിൽസ് മിക്സ് വേരിയൻസ്. ഫോർത്ത് വൺ ഇസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് സെയിൽസ് ക്വാണ്ടിറ്റി മേ ബി മോർ ഓർ ലെസ് ദാൻ ദ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ്. ദിസ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ്. അതായത് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് സെയിൽസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസിനേക്കാളും കൂടുതലോ കുറവോ ആണ്. ആൻഡ് ദിസ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ്. റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് സെയിൽസ് ക്വാണ്ടിറ്റിയുടെയൊക്കെ കമ്പ്യൂട്ടേഷൻ പ്രോബ്ലത്തിൽ വരുന്നുണ്ട്. ഇത്രയുമാണ് സെയിൽസ് വാല്യൂ വേരിയൻസ് അറൈസ് ചെയ്യാനുള്ള റീസൺസ്. സെക്കൻഡ് സെയിൽസ് വേരിയൻസസ് സെയിൽസ് പ്രൈസ് വേരിയൻസ്, SPV. ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് സെയിൽസ് വാല്യൂ വേരിയൻസ് വിച്ച് അറൈസസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ പ്രൈസ് ആൻഡ് സ്റ്റാൻഡേർഡ് പ്രൈസ് സ്പെസിഫൈഡ്. അതായത് സെയിൽസ് പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് സെയിൽസ് വാല്യൂ വേരിയൻസിൻ്റെ ഒരു പോർഷനാണ്. ആൻഡ് സെയിൽ നടത്തുന്ന ഗുഡ്സിൻ്റെ ആക്ച്വൽ പ്രൈസും സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് സെയിൽസ് പ്രൈസ് വേരിയൻസ് അറൈസ് ചെയ്യുന്നത്. സെയിൽസ് പ്രൈസ് വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുല നോക്കാം. സെയിൽസ് പ്രൈസ് വേരിയൻസ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ ക്വാണ്ടിറ്റി സോൾഡ് ഇൻറ്റു ആക്ച്വൽ പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് പ്രൈസ്. Next sales variance is sales volume variance. It is that portion of the sales value variance which arises due to difference between actual quantity of sales and standard quantity of sales. Sales volume variance എന്ന് പറയുന്നത് സെയിൽസ് വാല്യൂ വേരിയൻസിൻ്റെ ഒരു പോർഷൻ ആണ്.
ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് സെയിൽസ് വോളിയം വേരിയൻസ് അറൈസ് ചെയ്യുന്നത്. അതായത് ആക്ച്വലി സെയിൽ നടന്ന ക്വാണ്ടിറ്റി കാണും ആൻഡ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസും കാണും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് സെയിൽസ് വോളിയം വേരിയൻസ് അറൈസ് ചെയ്യുന്നത്. സെയിൽസ് വോളിയം വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യുന്നതിനുള്ള ഫോർമുല നോക്കാം. സെയിൽസ് വോളിയം വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ്. സെയിൽസ് വോളിയം വേരിയൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ് ആസ് ഫോളോസ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സെയിൽസ് വോളിയം വേരിയൻസിനെ ഡിവൈഡ് ചെയ്ത് 2 പാർട്ടാക്കാം. ഫസ്റ്റ് വൺ ഇസ് സെയിൽസ് മിക്സ് വേരിയൻസ് SMV. It is a part of sales volume variance and arises due to the difference in the proportion in which various articles are sold and the standard proportion in which various articles were to be sold. അതായത് സെയിൽസ് മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത് സെയിൽസ് വോളിയം വേരിയൻസിൻ്റെ ഒരു പാർട്ടാണ്. ആൻഡ് വേരിയസ് ആർട്ടിക്കിൾസ് സെയിൽ നടത്തിയ പ്രപ്പോർഷനും സെയിൽ നടത്തേണ്ടിയിരുന്ന സ്റ്റാൻഡേർഡ് പ്രപ്പോർഷനും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് സെയിൽസ് മിക്സ് വേരിയൻസ് അറൈസ് ചെയ്യുന്നത്. അതായത് വേരിയസ് ആർട്ടിക്കിൾസ് സെയിൽ നടന്ന ഒരു പ്രപ്പോർഷൻ കാണും ആൻഡ് ഇതേ ആർട്ടിക്കിൾസ് സെയിൽ നടത്തേണ്ടിയിരുന്ന സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രപ്പോർഷനും കാണും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് സെയിൽസ് മിക്സ് വേരിയൻസ് അറൈസ് ചെയ്യുന്നത്. സെയിൽസ് മിക്സ് വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുല നോക്കാം. സെയിൽസ് മിക്സ് വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ആക്ച്വൽ മിക്സ് മൈനസ് സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ്. And the second classification under sales volume variance is sales quantity variance SQV. It is that part of sales volume variance which arises due to the difference between revised standard sales quantity and budgeted sales quantity. സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് എന്ന് പറയുന്നതും സെയിൽസ് വോളിയം വേരിയൻസിൻ്റെ ഒരു പാർട്ടാണ്. ആൻഡ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് സെയിൽസ് ക്വാണ്ടിറ്റിയും ബഡ്ജറ്റഡ് സെയിൽസ് ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് അറൈസ് ചെയ്യുന്നത്. അതായത് ബഡ്ജറ്റഡ് സെയിൽസ് ക്വാണ്ടിറ്റി കാണും ആൻഡ് റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് സെയിൽസ് ക്വാണ്ടിറ്റിയും കാണും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് അറൈസ് ചെയ്യുന്നത്. സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസിൻ്റെ ഫോർമുല എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു റീവൈസ്ഡ് സ്റ്റാൻഡേർഡ് സെയിൽസ് ക്വാണ്ടിറ്റി മൈനസ് ബഡ്ജറ്റഡ് സെയിൽസ് ക്വാണ്ടിറ്റി. ഇത്രയുമാണ് വാല്യൂ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് സെയിൽസ് വേരിയൻസസ് അനുസരിച്ചുള്ള സെയിൽസ് വേരിയൻസസിൻ്റെ കാൽക്കുലേഷൻ. We will discuss a problem on sales variances in the next lecture. Thank you.